എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ കൂടുതൽ കർത്താവിനോടും പരസ്പരവും അടുക്കുന്ന ഒരനുഭവത്തിലേക്ക് വന്നു. വിശ്വസിച്ചവർ ഒരുമിച്ചിരുന്നു എന്ന് നമ്മൾ വായിച്ചാണ് നിർത്തിയത്. ഇതുപോലെ നമ്മൾ വിശ്വസിക്കുന്ന കൂട്ടമാണ്. വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും തമ്മിൽ വ്യത്യാസമുണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ പുതിയ സൃഷ്ടികളാണ്. അവർക്ക് ലോകം യോഗ്യമല്ല. അവരെ ലോകക്കാരായിരിക്കാതെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തവർ എന്നാണ് യേശു യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്നത്. നമ്മൾ വിശ്വസിച്ചതുപോലും ദൈവകൃപയാണ്. അത് നമ്മുടെ വിളിയാണ്. ലോകസ്ഥാപനത്തിന് മുന്നമേ നമ്മെ തിരഞ്ഞെടുത്തെന്നും അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ കണ്ടു എന്നും നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോഴും പിണ്ടാകാരമായിരുന്നപ്പോഴും ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചു എന്നും 139-ാം സങ്കീർത്തനത്തിലും പൗലോസിൻ്റെ ചില ലേഖനങ്ങളിലും ഞാനീ പറഞ്ഞ വാക്യങ്ങളെല്ലാം കിടപ്പുണ്ട്. അതായത് നമ്മൾ വിശ്വസിച്ചതുപോലും പ്രശംസിക്കാനൊന്നുമില്ല. ഞാൻ വിശ്വസിച്ചു എന്ന് പറയാനൊന്നുമില്ല. അതുപോലും ദൈവത്തിൻ്റെ കൃപയാണെന്ന്. അപ്പോൾ നാം തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടമാണ്. നാം ദൈവത്തിൻ്റെ പ്രത്യേക തിരഞ്ഞെടുപ്പാണ്. ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയെ ദൈവം തൻ്റെ പദ്ധതിക്ക് വേണ്ടി വേർതിരിച്ച ഒരു ഭക്തനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്നൊരു സത്യം അറിയണം. എന്തിനാണ് നമ്മളിപ്പോൾ ആരാധിക്കാൻ പോകുന്നത്? നമ്മെ ദൈവം വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തെരഞ്ഞെടുത്ത ഒരു ജാതിയെന്ന്, രാജകീയ പുരോഹിത വർഗം, സ്വന്തം ജനം, വിശുദ്ധ വംശം എന്ന് പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നു. നമ്മൾ വളരെ വിലയേറിയവരാണ്. നാം രാജാക്കന്മാരും പുരോഹിതന്മാരുമെന്ന് പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നു. അപ്പോൾ നമ്മുടെ ജോലി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക, മധ്യസ്ഥ പ്രാർത്ഥന, മറ്റുള്ളവരും ഇതുപോലെ ഈ അനുഗ്രഹത്തിലേക്ക് വരിക എന്നുള്ള, അവരെ ദൈവം വിടുവിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന. അടുത്തത്, വിടുവിച്ച ദൈവത്തെ എപ്പോഴും ആരാധിക്കുക. സത്യനമസ്കാരികളെന്നാണ് നമ്മെക്കുറിച്ച് ബൈബിൾ പറയുന്നത്. അതിനു മുമ്പുള്ള നമസ്കാരികളൊന്നും സത്യനമസ്കാരികളല്ലായിരുന്നു. നാം ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു കൂട്ടമാണ്. അതാണ് പുതിയ നിയമസഭ. ദൈവം തന്ന ഓരോ ഉപകാരങ്ങൾ ഓർത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. Turn your eyes upon Jesus. Look full in his wonderful face, and the things of earth will grow strangely dim in the light of his glory and grace. Turn your eyes upon Jesus. Look full in his wonderful face, and the things of earth will grow strangely dim in the light of his glory and grace. Turn your eyes upon Jesus. Look full in his wonderful face, and the things of earth will grow strangely dim in the light of his glory and grace. And the things
योग्यने आराध्यने योग्यने എന്നേശുവേ 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 योग्यने आराध्यने योग्यने എന്നേശുവേ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം ഏകദേശം ഇവിടെ അവസാനിക്കുകയാണ്. ആ ഒടുവിലത്തെ വാക്യങ്ങൾ ഇന്നലെ വായിച്ചത് ചേർത്ത് ഞാനൊന്ന് വായിക്കുന്നു. 44 മുതൽ വായിക്കുമ്പോൾ, വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്നു, സകലതും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവൻ ആവശ്യം പോലെ ഉള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ചെയ്തു. അവിടെ വളരെയധികം സമത്വം കാണുകയാണ്. 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ അവർക്ക് ധാരാളം ഭൂമികളുണ്ടായിരുന്നു. അവർക്ക് തലമുറയായിട്ട് കിട്ടിയ ജന്മഭൂമികളുണ്ട്. അത് പിതാക്കന്മാരുടെ അവകാശമാണ്. അതുപോലും അവര് പങ്കിട്ടെന്നാണ് അവിടെ വായിക്കുന്നത്. പിതാക്കന്മാരുടെ അവകാശം തലമുറയായിട്ട് കൊണ്ടുപോകേണ്ടതാണ്. എന്നാൽ ഇവർ ക്രിസ്തുവിലായപ്പോൾ ഇവർ സഹോദരന്മാരായി മാറി. ഇവരിൽ വേറെ വ്യത്യാസങ്ങളില്ല. ഇവരെല്ലാം ഒരു കുടുംബാംഗം പോലെ അവർക്ക് മനസ്സിലായി. ഇത് ദൈവവചനം അവർക്ക് കൊടുത്ത വെളിപ്പാടാണ്. വലിപ്പ ചെറുപ്പങ്ങളില്ല, താഴ്ചകൾ ഉയർച്ചകളില്ല. അടുത്തത്, ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിലപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയ പരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ഒരുമനപ്പെട്ട് ദേവാലയത്തിൽ കൂടി വന്നു. ദിനം പ്രതിയാണ് അവർ ഒരുമിച്ച് കൂടിയത്. ഇന്നത്തെ പോലെ ഒരു ഞായറാഴ്ചയല്ല, എല്ലാ ദിവസവും. അവർക്ക് വരാതിരിക്കാൻ കഴിയില്ല. അവര് ലേറ്റായിട്ട് വന്നിട്ട് നേരത്തെ പോകുന്ന കൂട്ടരല്ല. അവർ ഒരു ഉണർവിൻ്റെ ഭാഗമാണ്. ഒരു ഉണർവ് നടന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അവിടെ കാണാം. ഒന്ന്, ഉണർവ് നടന്നാൽ സ്വാർത്ഥതകളില്ല. എല്ലാവരും ഒരു മനസ്സുള്ളവരാണ്. ഇല്ലായ്മക്കാർക്ക് അറിഞ്ഞു ചെയ്യാൻ ഉള്ളവർക്ക് മനസ്സുള്ള ഒരു അനുഭവം ഉണ്ടാകും. ഇതെല്ലാം നമുക്ക് അവിടെ കാണാം. അല്ലാതെ അവരെല്ലാം വിറ്റുപെറുക്കി പണ്ടാരോ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ പോലെ കർത്താവ് വരുമെന്ന് വിശ്വസിച്ച് എല്ലാം വിറ്റുപെറുക്കി അവസാനം ഒന്നുമില്ലാത്തവരായി തീർന്നു എന്ന ഒരു ധാരണ ആർക്കും വേണ്ട. അവരെല്ലാം സമത്വത്തിലേക്ക് വന്നു എന്നല്ലാതെ അവർ മുഴുവനും വിറ്റുപെറുക്കിയെന്നൊന്നും അവിടെ എഴുതിയിട്ടില്ല. അവർക്ക് ആവശ്യം പോലെ ഉണ്ടായിരുന്നു. യെരുശലേമിലുള്ളവർ വളരെയധികം സമ്പന്നരായിരുന്നു. ഗലീലയിൽ നിന്ന് വന്നവരാണ് ഈ ഉണർവ് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഗലീലയിൽ നിന്ന് വന്ന ഇല്ലായ്മക്കാർ, പത്രോസ് ഉൾപ്പെടെ
യെരുശലേമിൽ 1 സെന്റ് ഭൂമി മേടിക്കാനുള്ള അവകാശവും ആ കഴിവോ പ്രാപ്തിയോ ഒന്നും അവർക്കില്ല. അവർക്ക് അവരുടെ നാട്ടിൽ തന്നെ ഒന്നുമില്ലാത്തവരാണ്. അപ്പോൾ യെരുശലേമിൽ നിന്ന് നിങ്ങൾ പോകരുത്, എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ഇവർ വിചാരിച്ചില്ല ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന്. എല്ലാം വിട്ടെറിഞ്ഞ് ഒന്നും വേണ്ട എന്ന് വെച്ച് ഗലീലയിൽ നിന്ന് പോന്നവരാണവർ. കർത്താവ് പറഞ്ഞ ആ വാഗ്ദത്തത്തിന് വേണ്ടി നിന്നവരും വില മുടക്കി അവിടെ തുടർന്നവരുമാണ്. അവർക്കാണ് ഈ ഭൂമി വിറ്റ് അവർ കൊടുത്തത്. അല്ലാതെ ഇത് എല്ലാ സഭകളിലും എപ്പോഴും തുടരണമെന്നില്ല. അതുപോലെ വില മുടക്കി വന്ന ഒരു 120ഓളം പേര് ഗലീലയിൽ നിന്ന് വന്നവരുണ്ടെന്ന്. യെരുശലേമിലുള്ള ആരും അവിടെ കൂടാനില്ല. ഒരു നിക്കോദിമോസും ജോസഫ് എന്ന മന്ത്രിയൊന്നും ഇതിനകത്ത് വരത്തില്ല. അവരെല്ലാം പകൽമാന്യരായിട്ട് അവർക്കൊന്നും പൊതുവെ വരാൻ കഴിയാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അവരും ആവശ്യമാണ്. എന്നാൽ ഈ പാവങ്ങൾ എല്ലാം വിട്ടെറിഞ്ഞേച്ച് തിരിച്ചു പോകാതെ വാഗ്ദത്തത്തിന് വേണ്ടി പിടിച്ചു നിന്നവരാണ്. അതുകൊണ്ട് അവരെ ആദരിക്കുന്നതായിട്ടാണ് നമ്മൾ അവിടെ കാണുന്നത്. അവർക്കൊന്നുമില്ലായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ വലിയവർക്ക്, അവിടെ കൂടി വന്ന വലിയവർക്കുള്ളതുപോലെ തന്നെ പത്രോസിനും യാക്കോബിനും യോഹന്നാനും അന്ത്രയോസിനും എല്ലാം വസ്തു നന്മകൾ ലഭിക്കുകയാണ്. അതാണ് കർത്താവ്. കർത്താവ് ആർക്കും കടക്കാരനല്ല എന്നുള്ളതിന് തെളിവതാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ സകലതും ഉളവാകുമെന്നും എല്ലാം മനോഹരമാകുമെന്നും ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുന്നു. ഇതാണ് അവിടെ സംഭവിച്ചത്. പരിശുദ്ധാത്മാവ് ചലിക്കുന്നിടത്ത് സകലതും ഉണ്ടായി വരും. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ then God said എന്നുള്ള വാക്ക് അനേക പ്രാവശ്യമുണ്ട്. പിന്നെ ദൈവം സംസാരിച്ചു, ദൈവം കൽപ്പിച്ചു. പിന്നെ എപ്പോൾ? പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം ദൈവം കൽപ്പിച്ചു. പരിശുദ്ധാത്മാവ് ഇവിടെ വന്നു, അതിനുശേഷമാണ് ദൈവം ഇവർക്ക് വേണ്ടതെല്ലാം ഒരുക്കി കൊടുത്തത്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ സാഹചര്യങ്ങൾ മാറും. നമുക്കറിയാം, ഏദനിൽ നിന്നൊരു നദി പുറപ്പെട്ടു. തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകുമെന്ന് യേശു പഠിപ്പിച്ചപ്പോൾ എന്താ തിരുവെഴുത്ത് പറയുന്നത്? എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന്. ഏദൻ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതമാണ്. അതൊരു പറുദീസയ്ക്ക് തുല്യമാണ്. യേശു അല്ലെങ്കിൽ പിതാവ് അവിടെ എല്ലാ ദിവസവും ഇറങ്ങി വരുമായിരുന്നു ഏദനിൽ. ഇതാ ഒരു വിശ്വാസിയുടെ അകത്ത് എന്നേക്കുമായിട്ട് യേശു വസിക്കുകയാണ്. യഥാർത്ഥത്തിലുള്ള ഏദൻ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അവൻ്റെ ഉള്ളിൽ നിന്നാണ് ജീവജല നദി ഒഴുകുന്നത്. ഏദനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു എന്ന് ഉൽപ്പത്തി 2-ാം അധ്യായത്തിൽ കാണുന്നു. ആ നദി ഒഴുകിയെടുത്ത് വിലയേറിയ പൊന്നുണ്ടെന്ന് 4 നദിയായിട്ട് തിരിഞ്ഞു, 4 ശാഖയായി. ഒന്ന് പീശോൻ, നമുക്കറിയാം. പീശോൻ നദി ഒഴുകിയ സ്ഥലത്ത് അവിടെ വിലയേറിയ പൊന്നുണ്ടായി, ഗുൽഗുലുവും ഗോമേതകവും ഉണ്ടായി. വിലപിടിപ്പുള്ളതെല്ലാം അവിടെ ഉണ്ടായി വരികയാണ്. ഈ നദി ഒഴുകിയാൽ സാമ്പത്തിക വഴികളൊക്കെ തുറക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മൾ ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ കണ്ടത്. തന്നെയാണ് തിരുവെഴുത്ത് പറയുന്നത് പോലെ അപ്പോസ്തല പ്രവൃത്തി 2-ന്റെ ഒടുവിൽ ഒരു മനപ്പെട്ട് ദേവാലയത്തിൽ അവർ കൂടി സകലതും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവൻ ആവശ്യം പോലെ ഉള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ചെയ്തു. അതിൻ്റെ അർത്ഥം യെരുശലേം സിറ്റിയിൽ ഇപ്പോൾ പത്രോസിന് ലാൻഡുണ്ട്, അന്ത്രയോസിനുണ്ട്, യോഹന്നാനുണ്ട്. എങ്ങനെ ലഭിച്ചു? അതിൻ്റെ കാരണം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എന്ന ഒറ്റ കാരണമാണ്. നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ മാറ്റം വരണമോ?
നിങ്ങളുടെ വീടുകളിൽ ഒരു ഉയർച്ചയുണ്ടാകണമോ? പരിശുദ്ധാത്മാവിലൊന്ന് ഒഴുകാൻ തയ്യാറായാൽ, ആത്മാവിലൊന്ന് ആരാധിക്കാൻ തയ്യാറായാൽ, നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ വലിയ മാറ്റങ്ങൾ വരുമെന്ന് ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ്. ചിലരെന്നെ വിളിക്കും, ബ്രദറെ, പാസ്റ്ററെ, പ്രാർത്ഥിക്കണം, സാമ്പത്തികമായിട്ട് ഒരു വഴിയും തുറക്കുന്നില്ല. സാമ്പത്തികമായിട്ട് വഴി തുറക്കാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച്, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഒഴുക്കിന് വേണ്ടി നിങ്ങളെ കൊടുത്താൽ, ഈ ഒഴുക്കിലാണ് ഈ വിലയേറിയ പൊന്നുണ്ടാകുന്നത്. അവിടെ ഗോമേതകമുണ്ടെന്ന്, അത് മഹാപുരോഹിതൻ മാർപ്പതക്കത്തിൽ പതിക്കുന്ന ആരാധനയെ കാണിക്കുന്നു. ആരാധന വെളിപ്പെടും. ഈ നദി ഒഴുകിയാൽ വിലയേറിയ പൊന്ന്, ആ മഹത്വം വേണമെങ്കിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ സമ്പാദ്യമെന്ന് പറയാം, മാന്യതകൾ എല്ലാം അവിടെ ഉണ്ടാകും. അടുത്തത് ദൈവത്തിൻ്റെ ഒരു പുരോഹിതന്റെ ശുശ്രൂഷ ചെയ്യാനുള്ള മാന്യതകൾ, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അഭിഷേകം, ഇതെല്ലാം നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് വ്യാഖ്യാനിച്ചെടുക്കാൻ കഴിയും. കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം, കർത്താവിൽ അടിയുറച്ച് ആശ്രയിക്കാം, വലിയ ദൈവപ്രവൃത്തിയെ നമുക്ക് വിശ്വസിക്കാം. ഇവിടെ 46 ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിയും കൊണ്ട് ഉല്ലാസവും ഹൃദയ പരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിച്ചു. വീട്ടിൽ ഇപ്പോൾ അപ്പം നുറുക്കി കുടുംബമായിട്ട് ഉല്ലാസവും ഹൃദയ പരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിച്ചു. പലർക്കും ഉള്ള ഭക്ഷണം ഇറക്കാൻ പറ്റുന്നില്ല, ഉള്ള ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, പല കാര്യവും ഓർത്തിട്ട്. എന്നാൽ ഇവിടെ ഹൃദയ പരമാർത്ഥതയും സന്തോഷമൊക്കെ, ഉല്ലാസവും പൂണ്ട് അവരെ അപ്പം നുറുക്കി ഭക്ഷിച്ച് സന്തോഷിച്ചതായിട്ട് നമ്മൾ കാണുന്നു. വീട്ടിൽ അവരൊരുമിച്ച് സന്തോഷിക്കുന്നു, ചർച്ചിൽ അവരൊരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നു. സഭയിൽ വന്നതുകൊണ്ട് സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടത്തിൻ്റെ ചരിത്രമാണ് ഈ പെന്തക്കോസ്ത് നാൾ മുതൽ അങ്ങോട്ട് തുടങ്ങുന്നത്. അവർക്കൊന്നുമില്ലാത്തവരാണ്, എന്നാൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉള്ളവരായി അവർ മാറിയതാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും ഒടുവിലത്തെ വാക്യം, ഹൃദയപരമാർത്ഥത പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെ കൃപ അനുഭവിക്കുകയും ചെയ്തു. അവർ ദൈവത്തെ സ്തുതിച്ചു, സ്തുതിക്കാൻ വകയുണ്ട്. മാത്രമല്ല സകല ജനത്തിൻ്റെയും കൃപ ഇവരനുഭവിക്കുകയാണ്. അടുത്തത്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. സംഘടനയോടല്ല, സഭയോട്. രക്ഷിക്കപ്പെട്ടവരെ ദിവസവും കർത്താവ് സഭയോട് ചേർക്കുകയാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ട് സഭയോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ? സഭയുമായി നിങ്ങൾക്കൊരു ബന്ധമുണ്ടോ? നിങ്ങൾക്ക് സഭയിലെ ദൈവദാസനുമായിട്ടൊരു പേഴ്സണൽ കോണ്ടാക്റ്റ് ഉണ്ടോ? സഭയിലെ എല്ലാ കുടുംബങ്ങളെയും നിങ്ങൾക്ക് പരിചയമുണ്ടോ? വലിയ ചർച്ചകളല്ല ചോദിച്ചത്, 1000-ന് താഴെ ഉണ്ടാകണം. എല്ലാവരും തമ്മിൽ പരസ്പരമായ ഒരു നല്ല ബന്ധം ഉണ്ടാകണം. ഇതായിരുന്നു 1-ാം നൂറ്റാണ്ടിലെ സഭ. രക്ഷിക്കപ്പെടുന്നവർ ദിനം പ്രതി സഭയോട് ചേരുകയാണ്. അങ്ങനെ സഭ വേഗത്തിൽ വളർന്നതായിട്ടാണ് പിന്നീടുള്ള അധ്യായങ്ങളിൽ കാണുന്നത്. ഇത് കേൾക്കുന്നവർ വിശ്വസിക്കുക. നമ്മുടെ സാമ്പത്തിക മേഖല ഉയരുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ മുന്നോട്ട് പോവുക. പത്രോസ്, യാക്കോബ്, യോഹന്നാനും അന്ത്രയോസ് എല്ലാം ആത്മാവിൽ ചലിച്ചതുകൊണ്ടാണ് ഇന്ന് യെരുശലേം സിറ്റിയിൽ അവർക്ക് വീടുകളുള്ളത്. പെട്ടെന്നാണ് കാര്യങ്ങൾ ദൈവം ചെയ്തത്. നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളും ഭവനങ്ങളും ഒക്കെ നിങ്ങൾ സ്വന്തമാക്കുമെന്ന് കർത്താവ് പറഞ്ഞതെല്ലാം നിവർത്തിയായത് നമുക്കിവിടെ കാണാം. അതുകൊണ്ട് ഇത് കേൾക്കുന്ന നിങ്ങൾ അറിയണം, കർത്താവിന് വേണ്ടി നിന്നാൽ മതി, വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് കേട്ടതുപോലെ തന്നെ ഒരു വലിയ ദൈവപ്രവൃത്തി ഇത് കേൾക്കുന്ന പല കുടുംബങ്ങളിലും നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സാമ്പത്തിക മേഖലകളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ
ഒരു വഴി തുറക്കാതെ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാതെ വളരെ ക്ലേശങ്ങളിലൂടെ പോകുന്നവർ ഇത് കേൾക്കുന്നുണ്ടല്ലോ. അവർക്ക് വേണ്ടി പ്രത്യേകം വഴികളും വാതിലുകളും ഉറവകളും നന്മകളും തുറക്കട്ടെ. പരിശുദ്ധാത്മാ വന്നു കഴിഞ്ഞപ്പോൾ ഭൂമി മനോഹരമായല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ നദി പുറപ്പെട്ടപ്പോൾ വിലയേറിയ പൊന്നുകളുണ്ടായി വന്നത് ഞങ്ങൾ വായിച്ചല്ലോ. അതുപോലെ തന്നെ ആ സഭയിൽ, 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ ഒന്നുമില്ലാതെ വന്ന് കയറിയവരെല്ലാം സമ്പന്നരായി മാറിയ ചരിത്രം ഞങ്ങൾ വായിച്ചല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഇത് കേൾക്കുന്നവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കർത്താവിൽ ആശ്രയിച്ച് കർത്താവ് പറഞ്ഞതുപോലെ തന്നെ മുന്നോട്ട് പോയി അവരുടെ അനുഗ്രഹങ്ങളെ, അവരുടെ അഭിഷേകത്തെ, അവരുടെ ഉയർച്ചകളെ, അവരുടെ സാമ്പത്തിക അഭിവൃദ്ധികളെ സ്വീകരിക്കട്ടെ. ഇത് കേൾക്കുന്ന എല്ലാ വീടുകളിലും കടം, ജപ്തി ഇവ മാറിപ്പോകട്ടെ. ലോണുകൾ എടുത്തിട്ട് അടക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നവർക്ക് വഴി തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജോലിയില്ലാത്ത പലരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ന്യൂസിലാൻഡിൽ, മറ്റിതര സ്ഥലങ്ങളിൽ, ഓസ്ട്രേലിയയിൽ, UK-യിൽ, അതുപോലെ പലയിടങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിൽ സാമ്പത്തികമായി ഒരു വഴിയും തുറക്കാതെ, ജോലിയുടെ ശരിയായ ഫോമിലേക്ക് വരാതെ, താൽക്കാലികമായി ജീവിച്ചു പോകുന്ന ചില ജോലികൾ ചെയ്യുന്നവർക്ക് സ്ഥിരമായി ചില ജോലികൾ യേശുവിൻ നാമത്തിൽ അത്ഭുതകരമായി ഉണ്ടാകട്ടെ. ഞാനിവരെ അനുഗ്രഹിക്കുന്നു. കൃപ കൊണ്ട് മൂടണമേ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. യേശു കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. ആമേൻ.